നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിച്ചു. ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഇപ്പം കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി. ഇന്ന് കുറച്ച് ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഥയും അതുപോലെ തന്നെ ഇന്നലത്തെ എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരവും ഇന്നത്തെ എൻ്റെ പുതിയ ചോദ്യവും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലത്തെ എൻ്റെ ചോദ്യം ഇതായിരുന്നു: ഗുരുവായൂർ ഗജരത്നം ഗുരുവായൂർ കേശവനെ അനുസ്മരിക്കുന്ന ദിവസം എന്നാണ്. ഗുരുവായൂർ കേശവൻ അനുസ്മരണ ദിനമായി ആചരിക്കുന്നത് എന്നായിരുന്നു കേട്ടോ. ഗുരുവായൂരപ്പന്റെ ഏകാദശി വരികയാണല്ലോ ഇപ്പോൾ. ദശമി നാളിലാണ് ഗുരുവായൂരപ്പന്റെ ആ ഒരു ഗജരത്നം കേശവനെ അനുസ്മരിക്കുന്ന ദിവസമായിട്ട് എല്ലാ വർഷവും ആചരിച്ചു വരുന്നത് കേട്ടോ. ദശമി ദിവസം എന്ന് പറയുന്നത് ഏകാദശിയുടെ തലേ ദിവസം. ഏകാദശിയുടെ തലേ ദിവസത്തെ എഴുന്നള്ളിപ്പിനായിരുന്നു കേശവൻ അവസാനമായിട്ട് ഗുരുവായൂരപ്പന്റെ പൊൻതിടമ്പ് ശിരസിലേറ്റിയത് എന്നാണ് പൂർവികർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അന്നത്തെ ദിവസത്തെ ആ ഒരു എഴുന്നള്ളിപ്പിന്റെ ആ ഇടയ്ക്കാണ് കേശവന് വയ്യാതായതും കേശവന്റെ ആ ഒരു ശിരസിൽ നിന്ന് ഭഗവാന്റെ പൊൻതിടമ്പ് കൂട്ടാനയുടെ പുറത്തേക്ക് മാറ്റി എഴുന്നള്ളിച്ച് കേശവനെ നേരെ ഇന്ന് കാണുന്ന കേശവനാനയുടെ പ്രതിമയുണ്ടല്ലോ ആ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് തളച്ചു വന്നത് കോലോത്ത പറമ്പ് എന്നാണ് അറിയപ്പെടുക. ഇവിടെയായിരുന്നു ആനകളെയൊക്കെ തളച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് കേശവനെ ഇവിടെ കൊണ്ടുവന്ന് തളച്ചു എന്നും കുറച്ചു നേരം വയ്യായും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നും ഏകാദശി ദിവസം രാവിലെ ഭഗവാന്റെ ആ തിരുനട തുറക്കുന്ന ഏകദേശ സമയം, അതായത് ആ ഒരു 3 മണി സമയമുണ്ടല്ലോ, നിർമാല്യ സമയമുണ്ടല്ലോ, ആ ഒരു സമയത്താണ് കേശവൻ വിട പറഞ്ഞത് അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ ലോകത്തേക്ക് എത്തിയത് എന്നായിരുന്നു പൂർവികരെല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ദശമി ദിവസമാണ് അവസാനമായിട്ട് പൊൻതിടമ്പ് ശിരസിലേറ്റി എഴുന്നള്ളിച്ചത് എന്നുള്ളത് കൊണ്ട് ദശമി ദിവസത്തിലാണ് ഇവിടെ ഗുരുവായൂരപ്പൻ ഗജരത്നൻ അനുസ്മരണമായിട്ട് ആചരിക്കുന്നത്. നോക്കൂ, നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ആ ഒരു കാരുണ്യത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന്. ഒരു ആനയെ അനുസ്മരിക്കുന്ന ദിവസം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത്രയ്ക്ക് ആനപ്രേമിയാണ് ഭഗവാൻ എന്ന് വേണം കണക്കാക്കാൻ. ആനപ്രേമി മാത്രമാണോ ആയതുകൊണ്ടാണോ ഭഗവാൻ ഇങ്ങനെ ഒരു ഗജരാജനെയൊക്കെ അനുസ്മരിക്കുന്നത്? അല്ല കേട്ടോ, ഭക്തനെ അനുസ്മരിക്കുന്നത് കൊണ്ടാണ് ഇത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭക്തോത്തമനാണ്. അന്ന് ഏതോ കാലത്തുണ്ടായിരുന്ന ഗജേന്ദ്രമോക്ഷം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നൊക്കെ മേലാകെ പൊട്ടിത്തെറിപ്പുണ്ടാവാറുണ്ട് അല്ലേ. ഇത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ, നമ്മുടെ കാലഘട്ടത്തിലെ ആ ഒരു ഗജേന്ദ്രമോക്ഷമാണ് എന്ന് വേണം കണക്കാക്കാൻ. എന്തായാലും ഗജവീരന് പ്രണാമം അർപ്പിക്കാനുള്ള ഒരവസരം നമുക്കും ഉണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മളും മനസ്സാൽ ഗജവീരന് പ്രണാമം അർപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് അതാണ്. ഇനി ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കുറേ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ഏകാദശി ദിവസമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പഞ്ചരത്ന കീർത്തന ആലാപനം ആ ചെമ്പൈ സംഗീത വേദിയിൽ നടക്കുന്ന അതേ സമയത്താണ് ഇവിടെ ഗജരാജൻ അനുസ്മരണവും നടക്കാറുള്ളത്. തെക്കേ നടയിൽ ഗുരുവായൂർ കേശവന്റെ പ്രതിമയുള്ള സ്ഥലത്തേക്ക് ആനപ്പുറത്ത് കേശവന്റെയും ഗുരുവായൂരപ്പന്റെയും ചിത്രങ്ങൾ എഴുന്നള്ളിച്ച് വന്ന് ആനകൾ ഒരു പ്രദക്ഷിണം വെച്ച് റീത്തൊക്കെ സമർപ്പിച്ച് മാലയൊക്കെ സമർപ്പിച്ച് തിരിച്ചു പോകുന്ന ചടങ്ങാണ് ഗജരത്നം ഗുരുവായൂർ കേശവനെ അനുസ്മരിക്കുക എന്നുള്ള ആ ഒരു ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് സ്കന്ദഷഷ്ഠിയാണ്. എല്ലാവരും ഷഷ്ഠി വ്രതമൊക്കെ നോൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ പ്രത്യേകതയുള്ള ദിവസമാണ് ഈ സ്കന്ദഷഷ്ഠി എന്ന് പറയുന്നത് എന്നും പുത്രന്മാർക്ക് നന്നാവാൻ വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് നന്നാവാൻ വേണ്ടിയാണ് സ്കന്ദഷഷ്ഠി നോൽക്കുന്നത് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് നോൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. എന്തായാലും ഇന്നാണ് ഷഷ്ഠീവ്രതം. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ പാദനമസ്കാരം ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാനായിട്ട്. അപ്പോൾ ഷഡാനനം കുങ്കുമരക്തവർണം മഹാമഹിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ എന്ന ചൊല്ലി നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം കേട്ടോ.
ജിജി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പന്റെ എല്ലാ നാമങ്ങളും ഒരു പുസ്തകത്തിൽ എഴുതുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. ഒരു പ്രശ്നവുമില്ല, ഏറ്റവും നല്ല കാര്യമല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സഹസ്രനാമങ്ങൾ എഴുതി കൊണ്ടുവന്ന് മാല കെട്ടി ചാർത്താറുണ്ട്, അല്ലെങ്കിൽ സഹസ്രനാമം എഴുതി വെക്കാറുണ്ട്. ഇതങ്ങനെയൊന്നും അല്ലാതെ ഗുരുവായൂരപ്പന്റെ നാമങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എഴുതുന്നത്, അതിലും ഒരു തെറ്റൂല കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ചെയ്യാറുണ്ട്, ജപമാലയിൽ ഇങ്ങനെ എണ്ണി ഭഗവാന്റെ നാമങ്ങൾ ഓരോന്ന് അമ്മയ്ക്ക് ഓർമ്മ വരുന്ന നാമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ആ നാമങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട്. 1000 നാമങ്ങൾ ഭഗവാൻ ഉണ്ടെങ്കിലും നമുക്ക് ഓർമ്മ വരുന്ന നാമങ്ങൾ ഉണ്ടല്ലോ, അത് ഇത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ എണ്ണി നോക്കാറുണ്ട് കേട്ടോ. അത് വളരെ നല്ല കാര്യമാണ്, ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ചെയ്തോളൂ. ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ സാധിക്കുന്നവര് അങ്ങനെയും ചെയ്തോളൂ കേട്ടോ. അടുത്തതായിട്ട് ശോഭ എം എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് ജഡ്ജ് വിളക്ക്? ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ജഡ്ജ് വിളക്ക് എന്നല്ല, കോടതി വിളക്ക് എന്നാണ് പറയാറുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് 1 മാസം മുൻപ് തന്നെ ഏകാദശി വിളക്കുകൾ ആരംഭിക്കാറുണ്ട്. ഈ ഏകാദശി വിളക്കുകൾ ഓരോ ആളുകളുടെ വകയും സ്ഥാപനങ്ങളുടെ വകയുമായിട്ടാണ് വർഷങ്ങളായിട്ട് നടത്തി പോരാറുള്ളത്. ഇവിടെ വ്യക്തിഗതമായിട്ടല്ലാതെ പിന്നെ പോലീസ് വിളക്ക്, കോടതി വിളക്ക്, SBI വിളക്ക്, കനറ ബാങ്ക് വിളക്ക്, പോസ്റ്റ് ഓഫീസ് വിളക്ക് എന്ന് തുടങ്ങി ഇവിടെ നടത്തി വരുന്ന കാര്യാലയങ്ങളുടെ എല്ലാം പേരുകളിൽ നടത്താറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദേവസ്വം റിട്ടയർഡ് എംപ്ലോയീസിൻ്റെ വക, ദേവസ്വം കറണ്ട് എംപ്ലോയീസിൻ്റെ വക എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടായ്മയുടെ വകയായിട്ട് നടത്താറുണ്ട്. അതുപോലെ സ്ഥാപനങ്ങളുടെ പേരിൽ നടത്താറുണ്ട്. ഇത് നിശ്ചയിക്കപ്പെട്ടത് തന്നെയാണ്. അതായത് ഈ 30 ദിവസത്തെ വിളക്കുകളെല്ലാം വർഷങ്ങളായിട്ട് ഒരേ ആളുകൾ തന്നെയാണ് നടത്തി വരാറുള്ളത്. അതിന് കൃത്യമായ ദിവസങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. ആദ്യ കാലങ്ങളിൽ കണക്കുണ്ടായിരുന്നു. ആദ്യം 1ാമത്തെ വിളക്ക് ഇന്ന ആളുടെ വക, 2ാമത്തെ വിളക്ക് ഇന്ന ആളുടെ വക. ഇപ്പോൾ മാത്രം പക്ഷേ അതിൽ ഏതാനും ചില വിളക്ക് ആഘോഷങ്ങൾ നറുക്കെടുപ്പിലൂടെ ഏത് ദിവസം വേണം എന്ന് തീരുമാനിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ തന്നെയാണ്, പക്ഷെ അത് നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കാറുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാണ് എന്ന് എനിക്കറിയില്ല എന്ന്. ചോദിച്ച നന്ദഗോപാൽ ആർട്സ് എന്ന ആ ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം പറയാമോ എന്ന്. ഐതിഹ്യം ചോദിച്ചാൽ എനിക്കറിയില്ല, അങ്ങനെ എന്തെങ്കിലും ഐതിഹ്യത്തിൻ്റെ പേരിലാണോ എന്ന്, അത് തുടങ്ങിയത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ സ്ഥാപനങ്ങളുടെ വകയായിട്ട് നടക്കാറുണ്ട് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ഇനി ഞാൻ ആചാര്യന്മാരോട് ചോദിച്ചു നോക്കാം, അതിൻ്റെ പിന്നിലൊക്കെയുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം, വീട്ടിലെ കലഹങ്ങൾ മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. അതായത് ഞാൻ ആ ചോദ്യം വായിക്കാം കേട്ടോ. ലേഖ രവി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിത പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമാണ്, നന്ദി സവിത. ഇപ്പോൾ ഗുരുവായൂരിൽ വന്നാൽ സവിത പറഞ്ഞ പോലെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കാറുണ്ട്. സവിത, മനസ്സമാധാനം കിട്ടാനും വീട്ടിലെ കലഹങ്ങൾ മാറാനും എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കലഹം മാറാൻ കടുക് വഴിപാടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലേ. അതുമാത്രമല്ല, മനസ്സമാധാനം കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് മനസ്സമാധാനത്തിനുള്ള ഏറ്റവും വലിയ മരുന്ന്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ നവമാധ്യമങ്ങളിൽ വരുന്ന വീഡിയോസിൽ പലതിലും പറയാറുണ്ട്, കോഡ്സ് പോലെ പറയാറുണ്ട് കേട്ടോ. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, അത് കണ്ടെത്താൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഒരു പരിധി വരെ ശരിയാണ്, സമ്മതിക്കുന്നു. നമ്മൾ സന്തോഷിക്കണമെങ്കിലും നമ്മൾ ദുഃഖിക്കണമെങ്കിലും നമ്മൾ വിചാരിക്കണം എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല എന്നൊന്നും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ ഒരു കുട്ടി മരിച്ചു പോയ അമ്മയാണെങ്കിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താൻ സാധിക്കും? ഒരിക്കലും അവരുടെ മനസ്സിലെ ആ ഉള്ളിലെ നീറ്റൽ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ, അത് മാറ്റാൻ അവർ സ്വയം വിചാരിച്ചാൽ സാധ്യമല്ല. അപ്പം നിങ്ങൾക്ക് പലർക്കും പല സജഷൻസ് ഉണ്ടാവും. ഒരു അനാഥാലയം സന്ദർശിക്കുക, ആരും ഇല്ലാത്ത കുട്ടികളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതിലൂടെ കുറച്ച് മനസ്സമാധാനം കിട്ടും. ഇല്ല, ഒരേ പ്രായത്തിലുള്ള കുട്ടികളെ വീണ്ടും വീണ്ടും കാണാനിടയായാൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആ ആദി കൂടുകയാണ് ചെയ്യാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഒരമ്മ എന്ന നിലയിൽ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ഉത്തരം ഇതാണ്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആദി കയറുക ചെയ്യുക. എന്നാൽ ഈ ദുഃഖം കൊണ്ടല്ലേ പൂന്താനം ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ വന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഭഗവാൻ ചോദിച്ചു അത്രേ ഒരിക്കൽ, പൂന്താനം ആ കഴിഞ്ഞു പോയ ഉണ്ണി ഉണ്ടല്ലോ എൻ്റെ അടുത്തിട്ട് വേണോന്ന്. അപ്പോഴത്രേ പൂന്താനം മറുപടി പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി, എനിക്ക് ആവശ്യമില്ല, എൻ്റെ ഉള്ളിൽ എൻ്റെ ഗുരുവായൂരപ്പനുണ്ട്, എനിക്കിനി വേറെ ആരും വേണ്ട, ഞാൻ സന്തോഷവാനാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു എങ്കിൽ അത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചാൽ മാത്രം നൽകാൻ പറ്റുന്ന സന്തോഷമാണ്.
ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കുഞ്ഞു വിഷമങ്ങൾ കൊണ്ടാണ് അമ്പലത്തിൽ പോയത് കേട്ടോ. കുഞ്ഞു വിഷമങ്ങളാണ്, വലിയ കാര്യങ്ങളൊന്നുമല്ല. എന്നാൽ പോലും മനസ്സിനൊരു സമാധാനമില്ല, ഒരു സ്വൈരക്കേട് എന്നൊക്കെ പറയില്ലേ നമ്മൾ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഗുരുവായൂരപ്പനെ ചെന്ന് കണ്ട ആ തിരുനടയിൽ നിന്നപ്പോൾ ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന രീതിയിലാട്ടോ അന്ന് എന്നെ സ്വീകരിച്ചത്. എത്ര നേരമായി ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന രീതിയിൽ സ്വീകരിക്കാൻ അവിടെ ഉണ്ണികൃഷ്ണനുള്ളോടത്തോളം നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മനസ്സമാധാനം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നാമം ജപിക്കുക. നാമം ജപിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. നമുക്ക് നാരായണീയം വായിക്കാം, നാമം ജപിക്കാം, നമസ്കരിക്കാം. ഇനി ഇതൊന്നും പറ്റില്ല കേട്ടോ. നമ്മുടെ ഉള്ളിൽ ഭയങ്കര സ്വൈരക്കേടും വിഷമവും മനസ്സമാധാനം ഇല്ലായും ഉറക്കമില്ലായും ഒക്കെ ഉള്ള അപ്പോൾ നാമം ജപിക്കാൻ നമുക്ക് തോന്നുകയില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? അപ്പം നേരെ ചെല്ലുക, നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുക. അതെങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് ഇരിക്കുക? നമ്മുടെ പൂജാമുറിയിൽ ഇരിക്കാം. ഇനിയിപ്പോൾ നമുക്ക് പൂജാമുറിയിലൊന്നും കയറാൻ പറ്റില്ല, ശുദ്ധമൊന്നും അത്രയും തോന്നണില്ല എന്ന് വിചാരിക്കുക. വേണ്ട, നമ്മൾ നമ്മുടെ സോഫയിൽ ഇരിക്കുക. എന്നിട്ട് ഭഗവാനോട് പറയുക, ഉണ്ണി എൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കൂ എന്ന് പറയാം. എന്നിട്ട് ഇത്തിരി നേരം വർത്താനം പറഞ്ഞു നോക്കൂ. മനസ്സമാധാനം എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ വരുന്നതെന്നുള്ളത് നമുക്ക് പോലും മനസ്സിലാവില്ല. ഒരു 10 മിനിറ്റ് നമ്മൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ണിയെ ഏൽപ്പിച്ചുകൊണ്ട് സംസാരിച്ചാലുണ്ടല്ലോ, അറിയാതെ നമുക്കിങ്ങനെ കണ്ണുകളൊക്കെ അടയണ പോലെ തോന്നും. സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ തോന്നും. ഒരു 5 മിനിറ്റ് ഒന്ന് മയങ്ങി എഴുന്നേറ്റാലുണ്ടല്ലോ സുഖമായി തോന്നും. എന്തിനാ നമ്മൾ ഇത്രയും നേരം സങ്കടപ്പെട്ടേ തോന്നും. അത്രയ്ക്ക് നമ്മളെ പാമ്പർ ചെയ്യാൻ ഗുരുവായൂരപ്പന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇത് അനുഭവം കൊണ്ട് തന്നെയാണ് പറയണത്. അപ്പോൾ ശ്രമിച്ചു നോക്കൂ, ഗുരുവായൂരപ്പനോട് സംസാരിക്കൂ, മനസ്സമാധാനം താനേ കൈവരും. വരുന്ന സമയം ഗുരുവായൂരപ്പനെ കടുക് വഴിപാടായിട്ട് സമർപ്പിച്ചോളൂ. അതിനെ കണക്കൊന്നുമില്ല കേട്ടോ. ഏറ്റവും കുറഞ്ഞ അളവിലുള്ളതായാലും മതി. അത് കൊണ്ടുവന്ന് ഒരു പാക്കറ്റ് നടയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാം. കൊടിമരത്തിൻ്റെ ചുവടെയുള്ള ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം, അതല്ലെങ്കിൽ മഞ്ചാടി ചെമ്പിൽ സമർപ്പിക്കാം. അതൊക്കെ ഭക്തൻ്റെ ഇഷ്ടമാണ്, അതിനങ്ങനെ കണക്കൊന്നുമില്ല. അപ്പോൾ അതും മനസ്സമാധാനത്തിന് വളരെ നല്ലതാണ് എന്ന് പറയാറുണ്ട്. ഉണ്ണികൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ. ലേഖ ചേച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ മാറട്ടെ. അടുത്തതായിട്ട് ദേവകി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നാരായണീയത്തിലെ 38-ാം ദശകത്തിലെ ശ്രീകൃഷ്ണാവതാരത്തിലെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് വിശദമാക്കൂ. ക്ലേശാപഹസ്ത്ര ജഗതാം ത്വമിഹാവിരാസി എന്നാണ്. അത് ഗുരുവായൂരപ്പൻ ജനിച്ചു എന്ന് പറയുന്ന ശ്ലോകത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു എന്നുള്ള ആ ഒരു ഭാഗമാണ് ത്വമിഹാവിരാസി. അദ്ദേഹം ആവിർഭവിച്ചു എന്ന് പറയുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇത് കഴിഞ്ഞാൽ ഓരോ സപ്താഹവേദിയിലൊക്കെ ഇത് ചൊല്ലുന്ന സമയത്തോ അതല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ട് ചൊല്ലുമ്പോഴോ ഇവിടെ നിർത്തിക്കൊണ്ട് ഒരു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനമൊക്കെ ചൊല്ലി ഒരു ആരതിയൊക്കെ എടുക്കൽ പതിവാണ് കേട്ടോ. ഈ ഒരു ശ്ലോകത്തിലൂടെയാണ് ഭഗവാന്റെ ആവിർഭാവം വളരെ വിസ്തരിച്ച് മേൽപ്പത്തൂര് പറയുന്നത്. അതാണ്. ഇനി ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ് ഒക്കെ ആയിട്ട് നമുക്ക് നാരായണീയം ക്ലാസ്സുകളിൽ കാണാം എന്ന് വിചാരിക്കുന്നു, ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ കേട്ടോ. അടുത്തത്, ഞാൻ ഈ ചോദ്യം ലൈവിൽ എടുത്തതാണ്, എന്നാലും ഒന്നും കൂടെ പറയാം. ശ്രീഹരി ശ്രീധരൻ എന്ന ഐഡിയിൽ നിന്നാണ്. നമസ്കാരം സവിത, ഞാൻ 3 തവണയായി ചോദിക്കുന്നു. ഇതിനെങ്കിലും സവിത മറുപടി തരണേ. എൻ്റെ അനിയത്തി ഗുരുവായൂരിൽ വന്നപ്പോൾ മേൽശാന്തി തന്ന പ്രസാദം പേഴ്സിൽ തളിർത്ത നെൽച്ചെടിയായി അത് 7 നെൽക്കതിർ വന്നിട്ടുണ്ട്. അത് ഗുരുവായൂരപ്പനെ സമർപ്പിക്കണമെന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പനെ സമർപ്പിക്കാനുള്ള എന്ത് വസ്തുക്കളാണെങ്കിലും നമ്മൾ അവിടെ മണ്ഡപത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാം, അതല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവടെയുള്ള ഭണ്ഡാരത്തിൻ്റെ മുകളിൽ സമർപ്പിക്കാം കേട്ടോ. അതിന് പ്രത്യേകം രസീത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നേരിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കാവുന്നതാണ്. ഇനി എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഇന്ന് 27-ാം തീയതി സ്കന്ദഷഷ്ടിയുടെ ദിവസം, ഇന്നത്തെ ദിവസത്തെ ഈ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ പ്രീ ഷൂട്ട് ചെയ്ത് വെക്കുന്നതല്ല, ഇന്നത്തെ ദിവസം തന്നെ ഷൂട്ട് ചെയ്യുന്നതാണ്. ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം ഒരു അടുത്ത നവംബർ 5-ാം തീയതി വരെയുള്ള എപ്പിസോഡുകളെല്ലാം ഞാൻ പ്രീ ഷൂട്ട് ചെയ്ത് വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ വന്നിട്ടുള്ള 27-ാം തീയതി വരെ വന്നിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരിക്കാം ഇനി വരുന്ന എപ്പിസോഡുകളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ മറുപടിക്കായിട്ട്, നിങ്ങൾ ഇനി അതിന് ശേഷം വരുന്ന ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ മറുപടിക്കായിട്ട് കാത്തിരിക്കൂ. നവംബർ ആദ്യ വാരം വരെയും നിങ്ങളുടെ ചോദ്യങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ. കാരണം പ്രീ ഷൂട്ട് ചെയ്യാണ് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ, കുറച്ച് തിരക്കുകൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് മുൻകൂട്ടി ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അത്രയും ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ. ഇനി ഇന്നത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ഗദയുടെയും അതുപോലെ തന്നെ ഭഗവാന്റെ ശംഖിൻ്റെയും ചക്രത്തിൻ്റെയും ഒക്കെ പേരെന്താണെന്നാണ് കേട്ടോ. ശംഖ ചക്ര ഗദാ പത്മധാരിയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്നാണല്ലോ പറയണത്.
ഈ ഉണ്ണികൃഷ്ണൻ്റെ ശംഖിൻ്റെയും ചക്രത്തിൻ്റെയും ഗദയുടെയും പേരെന്താണ് എന്നുള്ളതാണ് താഴെ കമൻ്റായിട്ട് അറിയിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് പോകാം അല്ലേ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണനാട്ടംകളിയെ കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ. 8 കളികളുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഈ കൃഷ്ണനാട്ടംകളി നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്താണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഇപ്പോഴാണ് വടക്ക് വശത്താക്കിയത്. നിങ്ങളെല്ലാവരും ആലോചിച്ച് നോക്കൂ, വടക്ക് വശത്ത് പ്രദക്ഷിണ വരിയിൽ കൃഷ്ണനാട്ടംകളി നടത്തുന്നതിനേക്കാളും കൂടുതൽ എളുപ്പമുണ്ട്. ഒരു സ്റ്റേജിൻ്റെയൊക്കെ ഒരു ഫീല് വരും. ഈ കിഴക്കേ ഗോപുരത്തിൽ കൊടിമരത്തിൻ്റെ ചോടെ വലതുവശത്തോ ഇടതുവശത്തോ ആയിട്ട് കൃഷ്ണനാട്ടം കളിക്കൊരു സ്പേസ്. അത്രയൊക്കെ ആളുകൾ തന്നെ ഉണ്ടാവാറുള്ളൂ അല്ലേ. കളി കാണാൻ അരങ്ങുകളിയൊക്കെ ആണെങ്കിലാണ് അതിനേക്കാളും കൂടുതൽ ആളുകൾ ഉണ്ടാവുക. എന്നാലും നിരന്നിരുന്നാൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവുകയും ചെയ്യും. എന്തുകൊണ്ടാണ് കിഴക്കേ നടയിലല്ലാതെ വടക്ക് വശത്തേക്കാക്കിയത്? പണ്ടൊക്കെ കിഴക്കേ നടയിലായിരുന്നു ഇത്രയും കൃഷ്ണനാട്ടംകളി നടത്താറുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവതാരം കൃഷ്ണനാട്ടംകളി നടക്കുക കേട്ടോ. അതിഗംഭീരമായിട്ട് അവതാരം കൃഷ്ണനാട്ടംകളി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അനേകം പേര് കാണാനും ഉണ്ടായിരുന്നു. അരങ്ങുകളിയാണ് നടക്കുന്നത്. അരങ്ങുകളി എന്ന് പറഞ്ഞാൽ എന്താന്നല്ലേ, വിദ്യാരംഭം കഴിഞ്ഞാൽ അരങ്ങുകളി തുടങ്ങും എന്നാ പറയുക. അതായത് ഒരു വർഷത്തെ ആ ഒരു കച്ചകെട്ട് കാലം, അഭ്യാസ കാലമൊക്കെ കഴിഞ്ഞിട്ട് ആ കലാകാരന്മാരെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കലാരൂപം ഉണ്ടല്ലോ, ചുരുക്കാതെ വളരെ വിസ്തരിച്ച് വളരെ ഭംഗിയായിട്ട് 9 ദിവസം ആയിട്ട് ഈ കൃഷ്ണനാട്ടംകളി അടുപ്പിച്ച് നടത്തും. ഈ നടത്തുന്നത് ജഡ്ജ് ചെയ്യാനൊക്കെ ആളുകൾ ഉണ്ടായിരിക്കും. അതായത് എത്രത്തോളം മനോഹരമായി ഇതിൽ ഏതാ കലാകാരനാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന് ഒരു അവാർഡ് നൽകലും അങ്ങനെയൊക്കെ ഉണ്ട്. അതിനെയാണ് ഈ അരങ്ങുകളി എന്ന് പറയുക. അരങ്ങുകളി കാണാൻ ആൾക്കാരും കൂടും. കാരണം അവർ എത്ര വിസ്തരിക്കാൻ പറ്റുമോ അത്രയും വിസ്തരിച്ച് അത്രയും നന്നായിട്ടാണ് ഈ അരങ്ങുകളി ആവുമ്പോൾ അവതരിപ്പിക്കുക. അപ്പം അരങ്ങുകളി നടക്കുന്ന സമയമാണ്. ആ സമയത്ത് അതിഗംഭീരമായിട്ട് അവതാരം കൃഷ്ണനാട്ടംകളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കൃഷ്ണനാട്ടംകളി കണ്ട ആളുകളുടെ ഉള്ളിലൊക്കെ വല്ലാത്തൊരു അമിതമായൊരു ആഹ്ലാദം ഫീൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അവർക്കൊക്കെ എന്തെന്നില്ലാത്തൊരു സന്തോഷം. ആ 4 വയസ്സുകാരൻ ഉണ്ണി ദേവകി വസുദേവരുടെ മുമ്പിൽ പ്രത്യക്ഷമാവുന്ന ആ ഒരു ഭാവം, ആ സമയത്ത് പുഷ്പവൃഷ്ടി ഇതെല്ലാം നടക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഇരുന്നവർ മുഴുവൻ തന്നെത്താൻ അറിയാതെ എഴുന്നേറ്റ് നമസ്കരിച്ചു ആ ഒരു ഭഗവാനെ. അത് കണ്ടാൽ എല്ലാവരും നമസ്കരിക്കണം എന്ന് ആവശ്യം, അതൊക്കെ നമ്മൾ മറന്നു പോവാറുണ്ട്. പക്ഷെ ആ ഭാഗം വന്നപ്പോൾ ആരും മറക്കാതെ നമസ്കരിച്ചു. അതൊക്കെ കഴിഞ്ഞ ആ ഒരു എന്താ പറയുക, ഇവിടെ ആവശ്യമില്ലാത്ത കലാകാരന്മാർ കുറച്ച് പേരുണ്ടല്ലോ, അവരൊന്ന് ഗ്രീൻ റൂം എന്ന് പറയുന്ന ആ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത്, അവിടെ അത് ഫസ്റ്റ് ഫ്ലോറിലാട്ടോ നടക്കുന്നത്. അവിടെ പോയിട്ട് നോക്കുന്ന സമയത്തുണ്ട് അവിടെ അതേപോലെ തന്നെ കൃഷ്ണനാട്ടം വേഷം കെട്ടിയിട്ടുള്ള ആ ഒരു കുഞ്ഞു കലാകാരൻ 4 വയസ്സുകാരൻ ഉണ്ണിയാണ് കൃഷ്ണനാട്ടം വേഷം കെട്ടി വരുന്നത്. ആ ഉണ്ണി അവിടെ ഇരുന്ന് ഉറങ്ങുക, നല്ല ഉറക്കമാണ് കേട്ടോ. ഈ ഉണ്ണിയെ തട്ടി വിളിച്ചുകൊണ്ട് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി ആകെ കരഞ്ഞു. എന്നെ ചീത്ത പറയരുത്, അറിയാതെ ഉറങ്ങിപ്പോയതാ. കാരണം 4 വയസ്സേ ഉള്ളൂ, രാത്രിയിലാണ് കൃഷ്ണനാട്ടംകളി നടക്കുന്നത്. അപ്പോൾ കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ട് വരേണ്ട കുഞ്ഞു വാവയായിട്ടുള്ള ആ 4 വയസ്സുകാരൻ ഉണ്ണി അകത്തിരുന്ന് ഉറങ്ങുന്നത് കണ്ട സമയത്ത് ഈ ആശാന്മാർ കൊട്ടി വിളിച്ചപ്പോൾ കുട്ടി പേടിച്ചു പോയി. കുട്ടി വിചാരിച്ച് ഉറങ്ങിപ്പോയത് കൊണ്ട് അവരെ ചീത്ത പറയാൻ വിളിക്കുകയാണ് എന്ന് കരുതിയിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് എന്നെ വഴക്ക് പറയരുത് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ കൃഷ്ണനാട്ടംകളി വളരെ ഭംഗിയായി നടന്നത് എല്ലാവരും ശ്രദ്ധിച്ചത്. അപ്പോൾ ഈ ഉണ്ണി ഇവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നെങ്കിൽ അരങ്ങത്ത് വന്ന കൃഷ്ണൻ ആരാണ് എന്ന അന്വേഷണത്തിനൊടുവിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്രയും ഭംഗിയായിട്ട് കൃഷ്ണനാട്ടംകളി ഇവിടെ നടക്കുമ്പോൾ എങ്ങനെയാ വന്നെന്ന എൻ്റെ ഭാഗം ഭംഗിയാക്കാതിരിക്കുക ഞാൻ എന്നാണ് അത്രേ ഭഗവാൻ അന്ന് എല്ലാവരോടുമായിട്ട് അശരീരിയായിട്ട് ചോദിച്ചത് എന്നൊരു കഥയുണ്ട്. ഇത് അശരീരിയായി ചോദിച്ചു എന്നും പറയാറുണ്ട്. അതല്ല, പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ സാക്ഷാൽ ഭഗവാനാണ് അന്നത്തെ ആ ഒരു കളിയിൽ പങ്കെടുത്തത് എന്ന് അറിയാൻ സാധിച്ചു എന്നും ആചാര്യന്മാരാണ് അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത് എന്നും ഒക്കെ പറയുന്നു. എന്തായാലും നമ്മൾ വിശ്വാസികൾക്ക് അവിടെ കളിച്ചത് ഭഗവാൻ തന്നെയാണ് അല്ലേ. അതിനുശേഷമാണ് അത്ര കൃഷ്ണനാട്ടംകളി വടക്ക് വശത്തേക്ക് മാറ്റിയത്. ഉണ്ണികൃഷ്ണനോട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഉറങ്ങിക്കിടക്കും ഉണ്ണികൃഷ്ണ, ഞങ്ങൾ ഇവിടെ കൃഷ്ണനാട്ടംകളി നടത്തട്ടെ എന്ന് പറഞ്ഞ പോലെ
ഒരു ഭാഗത്തേക്ക് മാറ്റിയത് അന്നു മുതലാണ് എന്നും കളിവിളക്ക് തെളിയുന്നത് വടക്ക് വശത്താണ് എന്നുമൊക്കെയാണ് കഥ. അപ്പോൾ എന്തായാലും ഈ കൃഷ്ണനാട്ടംകളി ഓരോന്നിലും കൃഷ്ണ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കേണ്ടത്. ആ ഓരോ കലാകാരന്മാരെയും അവർ അരങ്ങത്ത് നിൽക്കുന്ന സമയത്ത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, ഓരോരുത്തരും അവരവരല്ല, ഭഗവാൻ തന്നെയാണ് എന്ന ആ ഒരു ഭാവത്തോടു കൂടി തന്നെ വേണം നമ്മൾ എല്ലാവരും കൃഷ്ണനാട്ടം കളിയെ കാണാനായിട്ട് കണ്ട് ആസ്വദിക്കാനായിട്ട് ചെല്ലുമ്പോൾ എന്ന് തന്നെയാണ് പൂർവികരെല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനൊട്ടും എനിക്ക് അതിശയോക്തി തോന്നാറില്ല കേട്ടോ. പല ദിവസങ്ങളിലും എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, നമ്മൾ വീഡിയോയിലൂടെ സംസാരിക്കുമ്പോൾ ഭഗവാൻ പറയിപ്പിക്കുന്നതായിട്ട് പല കാര്യങ്ങളും തോന്നാറുണ്ട്. കാരണം ഞാനിങ്ങനെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വന്ന് ഈ നിങ്ങളുടെ മുമ്പിൽ നിന്നാൽ അതൊന്നും എനിക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. ഞാനിതൊന്നും അല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും പറയണത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനൊരു പോയിന്റ് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ, ഞാൻ എങ്ങനെയാ ഇത് പറഞ്ഞതെന്ന് ആലോചിക്കുക. അതൊക്കെ സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ ആ സമയത്ത് പറഞ്ഞു തരണത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതേപോലെ ഇപ്പോൾ ഈ ഒരു നവമാധ്യമത്തിലൂടെ കുറച്ചു നേരം ഭഗവാനെ അനുസ്മരിക്കാൻ കിട്ടിയ ഒരവസരത്തിൽ ഭഗവാൻ ഇത്രയും അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള കലാകാരന്മാരായിട്ടുള്ള ഭഗവാന്റെ സ്വന്തം കൃഷ്ണനാട്ടം കളിക്കാരുടെ കൂടെ ഒപ്പം എപ്പോഴും ഗുരുവായൂരപ്പൻ ഉണ്ടാവില്ലേ, അതിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. അപ്പോൾ ആ കലാകാരന്മാർക്കും കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പനെ നല്ലോണം തൊഴുത് നമസ്കരിക്കാൻ ഓരോരുത്തർക്കും പറ്റട്ടെ. ഇവിടെ വരുന്ന സമയത്ത് ഏത് കൃഷ്ണനാട്ടം കളിയാണോ നടക്കുന്നത് അതിലൊന്ന് പങ്കെടുത്ത് ഒന്ന് തൊഴുത് നമസ്കരിക്കാൻ ഓരോ ഭക്തനെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശിവന്മാരെ.